മുൻപ് ലീഗിന്റെ 2 സ്ഥാനാർത്ഥികളും ന്യൂസ് 18-നുമായി സംസാരിക്കുകയുണ്ടായി. പൊന്നാനിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അബ്ദുൾ സമദ് സമദാനി. മലപ്പുറത്ത് അദ്ദേഹം തിളക്കമാർന്ന വിജയം നേടിയതാണ് കഴിഞ്ഞ തവണ. പക്ഷേ പൊന്നാനിയിൽ ഈറ്റിക്ക് ചിലപ്പോൾ ശക്തമായ മത്സരം നേരിടേണ്ടി വരും എന്ന വിലയിരുത്തലിലാണ് ഈറ്റിയെ മലപ്പുറത്തേക്കും അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ലീഗ് ഇക്കാര്യം പരസ്യമായി അംഗീകരിക്കില്ല എങ്കിൽ പോലും അബ്ദുൾ സമദ് സമദാനി പറയുന്നത് പൊന്നാനിയിൽ മലപ്പുറം ആവർത്തിക്കുമെന്നാണ്. ഒരു പ്രശ്നവും പൊന്നാനിയിൽ തനിക്കുണ്ടാവുകയില്ല എന്നും സമദാനി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയാണ് നമ്മുടെ പഞ്ചായത്തുന്നത്. അപ്പോൾ മലപ്പുറം പൊന്നാനിയിലേക്ക് മാറണം. ഈ മാറ്റത്തെ എങ്ങനെ കാണുന്നു? ആദ്യം എല്ലാ മാറ്റവും നല്ലത്. പ്രത്യേകിച്ച് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചു. അതിൽ നന്മയല്ലാതെ ഒന്നുമില്ല. മുഴുവനും നന്മയാണ്, മുഴുവനും നല്ലതാണ്. എങ്ങനെയാണ് പൊന്നാനിയിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നത്? പൊന്നാനിയിലെ സാഹചര്യം വളരെ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യം, ദേശീയ സാഹചര്യം, പിന്നെ പൊന്നാനിയിൽ നേരത്തെ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യം വളരെ വളരെ പ്രകടമാണ്. പോരാത്തതിന് എന്നെ സംബന്ധിച്ചും ഞാൻ പാർലമെന്റിനകത്തും പുറത്തും യുവജമണ്ഡലത്തിലൊക്കെ പ്രവർത്തിച്ചതിന്റെ ഒരു റെക്കോർഡ് ജനങ്ങളുടെ മുമ്പിലുണ്ട്, നാട്ടുകാരുടെ മുമ്പിലുണ്ട്. അതെന്റെ പ്രദേശം തന്നെയാണ്, എന്റെ നാടാണ്. പഴയ ലീഗ് നേതാവ് കെ സംസ്ഥാന എതിർ സ്ഥാനാർത്ഥിയെ അതൊന്നും പ്രസക്തമായ കാര്യങ്ങളില്ല, അതിനോടൊന്നും പ്രതികരിക്കേണ്ടതില്ല. വിജയപ്രതീക്ഷയോടെ തന്നെ എന്ത് അതിർത്തി, എവിടെയത്? മുസ്ലിം ലീഗിന്റെ തീരുമാനം ഏറ്റവും നല്ല തീരുമാനം. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ത് പറയുന്നോ അത് മുത്താണ്, അത് ഏറ്റവും വലിയ വാക്കാണ്. UDFന്റെ ഉറച്ച പ്രദേശത്ത് എന്ത് കാര്യത്തിൽ എന്തിനാണ് ഭൂരിപക്ഷം കൂട്ടാൻ കഴിയുന്നില്ല പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ എണ്ണി പറയേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മനസ്സാണ്, ജനമനസ്സ് വളരെ വലിയ തോതിൽ UDFന്റെ കൂടെയുണ്ട്. വളരെ വലിയ തിളക്കമുള്ള ഭൂരിപക്ഷമായിരിക്കും. ഭൂരിപക്ഷം കൂട്ടാൻ എന്നാണ് പ്രതീക്ഷ. കാരണം ജനങ്ങളുടെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് ജനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് എക്കാലത്തും നമ്മൾ എടുത്തു പോന്നിട്ടുള്ളത്. ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നില്ല. ധാരാളം ജനങ്ങളുടെ ET മുഹമ്മദ് ബഷീറും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറുന്നത് അത് ഭൂരിപക്ഷം കൂടുവാനേ ഇടയാവുകയുള്ളൂ എന്നാണ് ET മുഹമ്മദ് ബഷീർ പറയുന്നത്. വലിയ വിജയം മലപ്പുറത്ത് നേടാൻ കഴിയുമെന്ന് ET മുഹമ്മദ് ബഷീർ ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മോടൊപ്പം ചേരുന്നു. ആദ്യ അഭിനന്ദനങ്ങൾ. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള മാറ്റത്തെ എങ്ങനെ കാണുന്നു? നല്ലത് തന്നെ, ഒരു മാറ്റം ആവശ്യമാണ്. കാരണം രണ്ടുപേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊരു പ്രത്യേക സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ നാടാണ്. ഞാൻ ഒരുപാട് കാര്യം രാഷ്ട്രീയത്തിലുണ്ട്. എൻ്റെ നാട്ടിലെ ആളുകൾക്ക് എനിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ്. എനിക്കും നാട്ടുകാരോട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം വരികയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലത്ത് പാർലമെന്റിൽ പ്രകടനം നടത്തിയതുപോലെ തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കൂടുതൽ സജീവമായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളെല്ലാം വളരെ സഹായിച്ച പത്രക്കാരാണ്. എല്ലാവരുടെയും സഹകരണം. നേതാവാണ് അങ്ങേക്കെതിരെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. എങ്ങനെ കാണുന്നു? അത് പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഐഡിയോളജിയാണ് പ്രശ്നം. യുവാവാണോ അങ്ങനെയല്ല. UDFന്റെ ഐഡിയോളജി ഉണ്ട്, LDFന്റെ ഐഡിയോളജി. അത് വെച്ച് നോക്കുന്നത് UDFന്റെ ഐഡിയോളജി വളരെ മഹത്തരമായൊരു സംഗതിയാണ്. അത് വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ കൂടുതൽ ആവേശത്തോടുകൂടി ഞങ്ങൾ ജയിപ്പിക്കുമെന്ന പൂർണ്ണ ബോധ്യം. മണ്ഡലം മാറിയതിനെ കുറിച്ചുള്ള വോട്ടർമാർ ചോദിക്കുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? എന്തുകൊണ്ട് അത് ഓരോ പാർട്ടികളും നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാൻഡിഡേറ്റ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെക്കാറുണ്ട്. തങ്ങൾ പറഞ്ഞതുപോലെ അത് ഓരോ പ്രയോജനവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എക്സ്പീരിയൻസ് മറ്റു സ്ഥലത്ത് പോയി. അതൊക്കെ നല്ല, അതിൽ പ്രത്യേകതയൊന്നുമില്ല. മലപ്പുറത്ത് എല്ലാ തവണ റെക്കോർഡ് ഭൂരിപക്ഷം നേടുന്നതാണ് ലീഗിന്റെ ഒരു ചരിത്രം. ഇത്തവണ എന്താണ്? അങ്ങനെയായിരിക്കും തന്നെ ഞങ്ങളുടെ റെക്കോർഡായി. മലപ്പുറത്ത് പുതിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെയാണ് ും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ലീഗിന്റെ. അതേസമയത്ത് എന്തുകൊണ്ടാണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം മാറ്റി മത്സരിപ്പിക്കുന്നത് എന്ന ചോദ്യം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സലാമിന്റെ വാക്കുകളിലേക്ക്. ലീഗിലെ MP-മാരുടെ മണ്ഡലം മാറിയത് മാത്രമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയുന്നത്. ബാക്കിയെല്ലാം കഴിഞ്ഞ തവണത്തെ അതേ സാഹചര്യം തന്നെയുള്ളത്. പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസിൻ്റെ ഉപാധി ലീഗ് അംഗീകരിച്ചു. നമ്മോടൊപ്പം ചേരുന്നത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാം സാഹിബാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ രാജ്യസഭാ സീറ്റ് എന്ന ഉപാധി സ്വീകരിച്ചു. ഒപ്പം പൊന്നാനിയും മലപ്പുറവും MP-മാർ പരസ്പരം മാറി മത്സരിക്കുന്നു. എന്താണ് ഈ മണ്ഡലം മാറുന്നതിൻ്റെ? അല്ല, പരമാവധി ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. UDFൽ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വരുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി പ്രവർത്തന സൗകര്യവും പിന്നെ കൂടുതൽ വോട്ട് നേടാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം നോക്കിയിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. പൊന്നാനിയിലെ മുൻ ലീഗ് നേതാവാണ്
ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി അത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുമെന്ന് കരുതുന്നുണ്ടോ? ഞങ്ങൾക്ക് ഏറെ സുഖകരമായൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ വിജയവും ഭൂരിപക്ഷ വർധനവും വളരെ എളുപ്പമാക്കിയ ഒരു തീരുമാനമാണ് LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരം ആളുകളെ സീറ്റിന് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറുകയും ചിഹ്നം മാറുകയൊക്കെ ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കൊരു അവസരമാണ്. വിബുദ്ധരായ പൊന്നാനിയിലെ വോട്ടർമാർ ഈ കൂറുമാറ്റക്കാരെ തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമാണ്. അപ്പോൾ തനിക്കൊരു വെല്ലുവിളിയാകില്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റിലും ഇത് ഒരു വെല്ലുവിളിയില്ല. കൂടുതൽ സൗകര്യമൊക്കെ ചെയ്യാം, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ സഹായകമാണ്. ഈ രാജ്യസഭാ സീറ്റ് എന്നൊരു ഓഫർ അത് ലീഗിനെ സംബന്ധിച്ച് വളരെ സ്വീകാര്യമായിരുന്നാണ് ഒന്നായിരുന്നു. അല്ല, ഈ മുന്നണി സംവിധാനമാകുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഉണ്ടായത്.